സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ആബ്സെന്റീസിന്റെ ഒന്ന് നോട്ട് ചെയ്യണേ. നമ്മളിതിങ്ങനെ റെഗുലറായിട്ട് പ്രോഗ്രാം നടത്തുമ്പോൾ തീരെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണെങ്കിൽ പ്രോഗ്രാം നടത്താതിരിക്കുന്നത്. ആ സാർ നമ്മൾ ഈ നോക്കാം. സമയത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവര് ഒരു 5 ആളാണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. Okay. Hi, good evening all. ലിറ്ററലി ലെൻസിന്റെ 12th എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സെക്കൻഡ് ഇയേഴ്സ് കുറച്ച് പേരുണ്ടാവുള്ളൂ, അവർക്ക് എക്സാം ആണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് I welcome our beloved principal, Dr. Nasir Ali sir, and our all teachers, non-teaching staffs, and alumni, and all first year and second year students over here. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ സോഷ്യൽ സയൻസ് സ്റ്റുഡൻ്റായ സുമയ്യയാണ്. നമ്മൾക്ക് ഏറ്റവും പരിചിതയായ KR മീരയുടെ ആരാച്ചാർ എന്ന ബുക്കാണ് സുമയ്യ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ വെൽക്കം സുമയ്യ ഫോർ ദി പ്രസന്റേഷൻ. താങ്ക് യു ലുലു. ഞാൻ സുമയ്യ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ലുലു പറഞ്ഞ KR മീരയുടെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല? അതോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലാണ്. ഇത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണിത്. നമുക്ക് ആദ്യം നമ്മുടെ നോവലിസ്റ്റ് ആയിട്ടുള്ള KR മീരയെ ഒന്ന് പരിചയപ്പെടാം. KR മീര എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ തന്നെ ഒരു പ്രശസ്തമായ ഒരു എഴുത്തുകാരിയാണ്. 1970 ഫെബ്രുവരി 19 ശാസ്താംകോട്ടയിലെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് KR മീര ജനിച്ചത്. അതേപോലെ തന്നെ എന്താ പറയാ, മലയാള മനോരമയിലെ ഒരു പത്രപ്രവർത്തകയായിട്ടായിരുന്നു ജോലി ആരംഭിച്ചത്. പിന്നീട് അതൊക്കെ നിർത്തി ഒരു സ്വന്തം പത്രപ്രവർത്തകയാവുകയും ഈ നോവലും മറ്റു പ്രയോഗത്തിലേക്ക് മാറി. അതിലാണ് KR മീര. എന്താ പറയാ, പിന്നെ ആവേ മരിയ എന്ന് പറയുന്ന ചെറുകഥയ്ക്ക് 2009 കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആരാച്ചാർ എന്ന ബുക്കിലൂടെയാണ് KR മീരയെ കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു വായനക്കാർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ളത് ഈ ആരാച്ചാർ എന്ന ബുക്കിലൂടെയാണ്. ഈ ഒരു കഥ ആദ്യം മാധ്യമം ആഴ്ചപ്പതിപ്പില് 53 വോളിയൂംസ് ആയിട്ട് ഒരു സീരീസ് പോലെയായിരുന്നു ആദ്യം ഈ ബുക്ക് വന്നത്. പിന്നീടാണ് DC ബുക്സ് 2012 ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. 2012 ആരാച്ചാർ എന്ന ബുക്ക് DC ബുക്സ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളിലെ കൊൽക്കത്തയിലെ ഒരു എന്താ പറയാ, ചിത്പൂരിലെ നിംതലാഗഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ഫാമിലിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആരാച്ചാർ എന്ന ഈ ബുക്കിലൂടെ KR മീര വരച്ചു കാട്ടുന്നത്. മെയിൻ ആയിട്ടും ഇതില് ചേതന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഉള്ളത്. ചേതന, വൃന്ദ, മല്ലിക്. ഇവരുടെ ഫാമിലി എന്ന് പറയുന്നത് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ബിഫോർ ക്രിസ്ത്യന് മുന്നേ തന്നെ എന്താ പറയാ, ആരാച്ചാർ എന്ന് പറയുന്ന ഒരു തൊഴില് വളരെയധികം അഹങ്കാരത്തോടെയും അതിലുപരി അഭിമാനത്തോടെയും കൊണ്ട് നടക്കുന്ന ഒരു ഫാമിലിയാണ് ഈ ചേതനയുടേത്. ഇവളുടെ അച്ഛൻ 88 വയസ്സായിട്ടുള്ള ഒരു എന്താ പറയാ ഫാനി ഭൂഷൺ വൃന്ദ മല്ലിക് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. അതുപോലെ തന്നെ അമ്മയുണ്ട്, ബ്രദർ രാമുദായി. 2 കാലുകളും ഇല്ലാത്ത ഒരു ബ്രദറാണ് ഇവൾക്കുള്ളത്. അത് ഞാൻ വഴിയെ പറയാം എന്ത് പറ്റിയതാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇവളുടെ വീട്ടില് അച്ഛൻ, അമ്മ, ബ്രദർ, പിന്നെ ഇവളുടെ ഗ്രാൻഡ് മദർ. ഇവള് താക്കുമ എന്നാണ് ആ ഗ്രാൻഡ് മദറിനെ വിളിക്കുന്നത്. പിന്നെ അച്ഛന്റെ ഒരു ബ്രദറും അതിന്റെ ഒരു വൈഫും, കാക്കിമയും. ഇങ്ങനെയുള്ള ഈ ഒരു ഫാമിലിയിലെ ഇവള് വളരുന്നത്. എന്താ പറയാ, ഈ ഒരു ചിത്രം വരച്ചു കാട്ടുമ്പോൾ നമുക്ക് 22 വയസ്സ് മാത്രമാണ് ചേതനയ്ക്കുള്ളത്. +2 നല്ല ഡിസ്റ്റിങ്ഷനോടെ നല്ല ഹൈ മാർക്കോട് കൂടി പാസ്സായി. പക്ഷെ എന്താ പറയാ, വീട്ടിലത്തെ കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കാരണം
വീണ്ടും പുനർപഠനത്തിന് സാധിക്കാതെ വീട്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതേപോലെ തന്നെ അച്ഛനും ബ്രദറിനൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കുടുംബം നോക്കുന്നത് തന്നെ അമ്മയും ഇവളുടെ ഗ്രാൻഡ് മദറും കൂടി ഒരു ചായ കച്ചവടം നടത്തിയിട്ടാണ് ഇവരുടെ ഫാമിലി കഴിയുന്നത്. ഇനി കഥയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫാമിലി എന്താ പറയാ, രാജഭരണത്തിലായിക്കോട്ടെ ബ്രിട്ടീഷ് ഭരണത്തിലായിക്കോട്ടെ വളരെയധികം ഈ ആരാച്ചാർ എന്ന് പറയുന്ന ഈ ഒരു തൊഴിൽ ചെയ്തു വന്നിരുന്നതാണ്. പക്ഷെ നമ്മൾക്കറിയാം അതിനൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനാധിപത്യ ഭരണം എടുക്കുകയാണെങ്കിൽ വധശിക്ഷയുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ വളരെയധികം കുറഞ്ഞു. അപ്പൊ ഈ വധശിക്ഷയുടെ എണ്ണം കുറഞ്ഞതോട് കൂടിയിട്ട് തന്നെ ഇവരുടെ ഫാമിലി എന്തായി, ഫിനാൻഷ്യലി വളരെയധികം ഒരു പോവേർട്ടി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താ പറയാ, അവളുടെ അമ്മയും ഗ്രാൻഡ് മദറും കൂടി ചായ വിറ്റിട്ടാണ് ഇവർ ജീവിക്കുന്നത് തന്നെ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ. അതിനിടയിലാണ് എന്താ പറയാ, യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വധശിക്ഷ വിധിക്കുന്നത്. കോടതി വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിധിക്കണം. അയാൾ എന്ന് പറയുമ്പോൾ അയാൾ ഒരു അച്ഛനെയും 3 മക്കളെയും, ഒരു കുടുംബത്തിലെ അച്ഛനെയും 3 മക്കളെയും വെട്ടിക്കാൾ എന്ത് ചെയ്യും, ഗവർണർക്ക് ദയാഹർജി സമർപ്പിക്കുകയും ദയാഹർജി ഗവർണർ പിന്തള്ളുകയും ചെയ്യുന്നു. ഗവർണർ തള്ളി. അപ്പോ അങ്ങനെയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അതായത് യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി തള്ളി, അതായത് ഇനിയിപ്പോ എന്തായാലും അയാളെ വധശിക്ഷയ്ക്ക് നടപ്പാക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നോവൽ തുടങ്ങുന്നത്. ഈ ഒരു അപ്പൊ ഇവളുടെ ചേതനയുടെ അച്ഛനാണെങ്കിൽ വളരെയധികം സന്തോഷവാനാവുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കുടുംബത്തിന് ഒരു ആരാച്ചാർ, അവരുടെ ആ ഒരു കൈത്തൊഴില് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണ്. പക്ഷെ ഇവളുടെ അച്ഛന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 88 വയസ്സായി. നമുക്കറിയാം ആ പ്രായത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ ഇവർക്കുള്ളത് ഇവരുടെ ഒരു ബ്രദർ ആണെങ്കിൽ 2 കാലുകളും ഇല്ലാതെ കിടപ്പിലായ ഒരവസ്ഥയാണ്. കിടപ്പിലാവാനുള്ള കാരണം, ഈ 2 കാലുകളും ഇല്ലാതാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇവളുടെ അച്ഛൻ ഒരു കുറ്റവാളിയെ കോടതി വിധി അനുബന്ധിച്ച് ആരാച്ചാർ എന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുന്നു. അതിനു വേണ്ടിയിട്ട് അതിന് പകരം വീട്ടുവാനായിട്ട് ആ മരിച്ച ആളുടെ അച്ഛൻ വന്ന് ഈ രാമുദായ് എന്ന് പറയുന്ന ഈ ചേതനയുടെ ബ്രദർ കോളേജ് കഴിഞ്ഞ് വരുമ്പോ അവരുടെ 2 കാലുകളും വെട്ടുകയാണ് ചെയ്യുന്നത്. അതോട് കൂടിയിട്ട് ഈ ഒരു ചേതനയുടെ രാമുദായ് എന്ന് പറയുന്ന ഈ ഒരു ബ്രദർ അതോടുകൂടി കിടപ്പിലാവുകയാണ്. അപ്പൊ അവളുടെ അച്ഛന് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് പിന്നീട് ചേതനയാണ്. അവളാണ് ആ കുടുംബത്തിന്റെ കൈത്തൊഴിൽ, അവരുടെ അഭിമാനം കാത്തു രക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ആരാച്ചാർ എന്ന് പറയുന്ന വർഷങ്ങളോളായിട്ട് ഇവരുടെ ഒരു കൈത്തൊഴിൽ ഇനി അത് കൊണ്ടുപോകേണ്ടത് എന്താ പറയാ, ചേതനാണെങ്കിൽ അതിനൊന്നും നമുക്കറിയാം. ഒരു 22 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവൾക്ക് അതൊന്നും പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിരുന്നില്ല. പക്ഷെ ഇവൾ അച്ഛനെ സംബന്ധിച്ച് വേറൊരു വഴിയില്ല. കുടുംബത്തിന് ഒരു വരുമാന മാർഗം കിട്ടുന്നതാണ്. അതുകൂടാതെ ഗവൺമെന്റിന് ഇത് എന്തായാലും ഈ ഒരു വിധി നടപ്പിലാക്കുകയും വേണം. അപ്പൊ ഇവളുടെ അച്ഛന് ഇവളെ കൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനെ ഒരു ജോലി നീ ഏറ്റെടുക്കണം എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന് ഒരു എന്താ പറയാ, ഗവൺമെന്റ് ജോലി ഇവൾക്ക് ഒരു സ്ഥിരപ്പെടുത്തി കൊടുക്കണം എന്നൊരു ഡിമാൻഡോട് കൂടിയിട്ട് ഇവളെ ഒരു ആരാച്ചാറാക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഒരു കഥയുടെ പ്ലോട്ട് ഇതാണ്. പക്ഷെ ഈ ഒരു പ്ലോട്ട് വെച്ച് KR മീര നമ്മുടെ ഒരു ഇന്ത്യയിലെ അല്ലെങ്കിൽ സ്ത്രീകള് ഇന്ന് അനുഭവിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. ഇക്വാലിറ്റി ആണെങ്കിലും പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. ഇതൊക്കെ വരച്ചു കാട്ടുകയാണ് മീര ഈ ഒരു ബുക്കിലൂടെ എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ പാട്രിയാർക്കി എത്രത്തോളം നമ്മളുടെ ഇടയിൽ നിന്ന് ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഇല്ലാതായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് പാട്രിയാർക്കി. അതേപോലെ തന്നെ ഒരു ഫെമിനിസ്റ്റിന്റെ ഒരു രീതിയിലൂടെയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ഫെമിനിസത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൂടി ഇതില് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ആദ്യം വിചാരിച്ചിരുന്നത് ഫെമിനിസം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് റിസർവേഷൻസ് വേണം, സ്ത്രീകൾക്ക് അത് വേണം, സ്ത്രീകൾക്ക് ഇത് വേണം എന്ന് വാദിക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വാലിറ്റി.
ഇക്വാലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയാം ഇക്വാലിറ്റി എത്രത്തോളം ഇന്നിപ്പോ നമ്മുടെ ഇപ്പൊ സൊസൈറ്റിയിലൊക്കെ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. എന്താ പറയാ, ഒരു ജെൻഡറിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു സെക്സിന്റെ ബേസിൽ ഇപ്പോഴും ഡിസ്ക്രിമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ജോലി സ്ഥലത്തായിക്കോട്ടെ, ജോലി ചെയ്യുമ്പോൾ അവിടത്തെ ഉള്ള പോസ്റ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, സാലറിയുടെ കാര്യത്തിലായിക്കോട്ടെ, പല രീതിയിലും ഇക്വാലിറ്റിയുടെ ബേസിൽ ഇന്ന് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമുക്ക് ഈ അടുത്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ, ഒരു TV പ്രോഗ്രാമിൽ, ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഞാൻ കണ്ടതായിരുന്നു. അതിൽ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ. അപ്പൊ സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ പിന്നെ എന്തിനാണ് ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടല്ലോ, ബസ്സിലൊക്കെ എന്തിനാണ് സീറ്റ് എന്താ പറയാ, ബസ്സിൽ അംഗവൈകല്യമുള്ളവർക്കും വയോധികർക്കും പിന്നെ അതുകൂടാതെ എന്തിനാണ് സ്ത്രീകൾക്കും അവിടെ റിസർവ്ഡ് സീറ്റ് ഉള്ളത്? കാരണം സ്ത്രീകൾ അവരെ പോലെ കുറച്ച് വീക്കായവരാണ്, അതുകൊണ്ടാണ് ബസ്സിലും സീറ്റ് വേണ്ടത് എന്നൊക്കെ വാദിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം. അപ്പൊ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റാറ്റസ് വെക്കാൻ ആളുകൾ എന്നൊക്കെ പലരും. അപ്പൊ അതിന്റെ അർത്ഥം ഒരു പക്ഷെ കേൾക്കുമ്പോൾ ആദ്യത്തിൽ നമുക്ക് തോന്നും ശരിയാണല്ലോ, ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നു, പിന്നെ കുറെ അധികം റിസർവേഷൻസും. ഇപ്പൊ ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും സീറ്റുകളുടെ ഒക്കെ നമുക്കറിയാം റിസർവേഷൻ ഉണ്ട്. എന്താണ് ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബൈ ബർത്ത് നമുക്കറിയാം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും രണ്ടും രണ്ടാണ്. അവരുടെ ഫിസിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് രണ്ടാണ്. പക്ഷെ ഇക്വാലിറ്റി വേണ്ടത് എന്താണ്? അവരുടെ വീടുകളിൽ ഇക്വാലിറ്റി വേണം, അവരുടെ ജോലി സ്ഥലങ്ങളിൽ, അവർക്ക് കൊടുക്കുന്ന സാലറിയിൽ, അങ്ങനെ പല കാര്യത്തിലും ഇക്വാലിറ്റി വേണം. ഇതിനൊക്കെ കുറിച്ചിട്ട് നല്ല രീതിയിൽ KR മീര ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാട്രിയാർക്കിന്നൊക്കെ വല്ലാതെ പാട്രിയാർക്കി എത്രത്തോളം ഒരു സൊസൈറ്റിയിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ടും പാട്രിയാർക്കി ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഇവളുടെ അച്ഛനാണ് ഇവളുടെ കാര്യത്തിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ഒരു 22 അവളുടെ അച്ഛന് വിചാരം എന്റെ മകൾക്ക് ഇതിലൊന്നും തീരുമാനം എടുക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇവൾ അതിനൊന്നും ആയിട്ടില്ല, ഇവൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്, അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ അവളുടെ ഈ കാര്യത്തിൽ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷെ സ്വന്തം മകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ആ അച്ഛനാണ് അവളുടെ കയ്യിലേക്ക് തൂക്കുമരത്തിന്റെ കയറ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ആരാച്ചാർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി തന്നെ നോക്കി ഒരു എന്താ പറയാ, ഒരു ആരാച്ചാർ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജോലിയല്ല. അത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൂടി അത്രയും വലിയൊരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുന്നത് അച്ഛനാണ്. പക്ഷെ അവൾക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുന്നതും അച്ഛനാണ്. എന്തൊരു പാരഡോക്സ് ആണെന്ന് നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതൊക്കെ അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റാണ്. അതേപോലെ തന്നെ പല ഇഷ്യൂസും ഇവള് ഇങ്ങനെ ഒരു ജോലി ഇവൾക്ക് വേണം അല്ലെങ്കിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ധാരാളം മീഡിയാസ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഓരോ മീഡിയാസും ഈ ഒരു ന്യൂസിനെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇവരിത് ഇതിലൊരു സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അവര് ഈ ഒരു ന്യൂസിനെ ഏറ്റവും കൂടുതൽ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൂടാതെ ഇവളുടെ വീട്ടിലേക്ക് വന്ന് ഇവർക്ക് തമ്മിലൊരു ഒരു കപട പ്രണയം ഇയാൾ ഉണ്ടാക്കുകയാണ്. ഇവളുടെ ഫാദറുമായിട്ടൊരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവളുമായിട്ടൊരു അഫയർ ഉണ്ടാക്കുകയാണ് ഇയാള്. പക്ഷെ ഇവൾ അതില് പ്യുവർ ആണ്, അല്ലെങ്കിൽ അതൊരു ട്രൂ ലവ് ആണെന്ന് വിചാരിച്ച് ചേതന മല്ലിക് ഈ ഒരു പ്രണയത്തിൽ അകപ്പെടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു കപട പ്രണയമായിരുന്നു, അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന ആ ഒരു മീഡിയ പേഴ്സന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് എന്നെ ഉപയോഗിച്ചതാണ് പിന്നീട് ചേതന മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പ്രണയവും ചില സമയങ്ങളൊക്കെ നമ്മൾക്ക് തോന്നിപ്പോകും, എന്താ പറയാ, ഇവൾ എത്രത്തോളം പ്യുവർ ആയിട്ടാണ് ഇവനെ സ്നേഹിച്ചത്, അതേപോലെ സഞ്ജീവ് കുമാർ ഇത്രയും സ്നേഹിക്കായിരുന്നു എന്നൊക്കെ. ഞാനിത് വായിക്കുന്നത് എന്റെ ഡിഗ്രി ടൈമിലാണ്. അത്യാവശ്യം വർഷമായി, ഒരു 8-9 വർഷത്തോളമായിരിക്കും. അപ്പൊ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രായമാണ്, നമുക്ക് തോന്നിപ്പോവും എന്തിനാ ഇവരിങ്ങനെ ചതിക്കുന്നത്, ജസ്റ്റ് ഒരു പ്യുവർ ലവ് അല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നെ അതേപോലെ തന്നെ ഇതില് പ്രണയത്തെ കുറിച്ച് പറയുന്ന നല്ലൊരു വരികളുണ്ട്. എന്താ പറയാ, ഭൂമിയിൽ മരണത്തെക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാം ലവ് ഈസ് എറ്റേണൽ എന്നൊക്കെ പറയുന്ന പോലെ ഭൂമിയിൽ മരണത്തെക്കാൾ വലിയൊരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് അത് പ്രണയത്തിന് മാത്രമാണ്. അതേപോലെ ഇവളുടെ ഗ്രാൻഡ് മദർ ഉണ്ട്, താക്കുമ എന്നാണ് വിളിക്കുക. അത് പറയുന്ന കുറച്ച് വരികളുണ്ട്. പുരുഷന്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും രണ്ടാണ്. ആഹ്ലാദിപ്പിക്കുവാനുള്ള കഴിവ് മാത്രമേ ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വേറൊരു വരിയും കൂടിയുണ്ട്. ഇതൊക്കെ ഈ ഒരു വരി ഈ ഒരു വാക്കുകൾ താക്കുമയിൽ നിന്ന് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ സഞ്ജീവ് കുമാർ മിത്ര എന്നെ ചൂഷണം എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു. വെറുതെ അയാളുടെ ചാനലിന്റെ CNC എന്ന് പറയുന്ന ഒരു ചാനലിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അയാളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്നും ഇവർക്ക് ഇടയിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എത്രയും നല്ല നല്ല വാർത്തകൾ, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്താണ് തീരുമാനം, ഇയാൾ അവരുടെ ഒരു സ്വന്തം ആളെ പോലെയായി മാറുകയാണ് ഈ ഒരു മീഡിയ പേഴ്സൺ. അപ്പൊ എത്രത്തോളം ഒരു മീഡിയ പേഴ്സൺ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ട് എത്രത്തോളം തരം താഴും, അല്ലെങ്കിൽ എത്രത്തോളം ചീപ്പ് ആവുന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പേഴ്സൺസിന് അവരും ഇതിൽ ഇൻവോൾവഡ് ആവുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ്, കുറെ ആളുകൾ ഈ വധശിക്ഷയ്ക്ക് എതിരായിട്ട്, ചേതന മല്ലിക്കിനെ എതിരായിട്ട് സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ ഇതിന്റെ ഒക്കെ കൂടെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആവുകയാണ് ചേതന. പക്ഷെ എത്രത്തോളം ഡൗൺ ആയാലും ഇവള് ഉയർത്തെഴുന്നേറ്റ് ആ ഒരു കർത്തവ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും എന്താ പറയാ, യതീന്ദ്രനാഥ് ബാനർജി എന്ന് പറയുന്ന ആളെ കൊല്ലം മീൻസ് ആരാച്ചർ എന്ന ആ ഒരു പദവി അവള് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും വ്യൂ പോയിന്റിൽ എന്താണ്, ഒരു ആരാച്ചാർ എന്ന് പറയുന്നത് ഒരു പുരുഷനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. പക്ഷെ ചേതന ഗംഗാ മല്ലിക് എന്ന് പറയുന്ന ആ ഒരു 22 വയസ്സുകാരി ആ ഒരു വ്യൂ പോയിന്റിനെ ടോട്ടലി ചേഞ്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രായത്തില് അവള് എന്താ പറയാ, ഒരു ആരാച്ചാർ വേഷം അണിയും, എന്താ പറയാ, ടെലിവിഷൻ അതിനൊക്കെ എന്താ പറയാ, ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആരാച്ചാർ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിശേഷണങ്ങൾ ചേതനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ താക്കുമ ഇവളുടെ ഗ്രാൻഡ് മദർ ആദ്യമായി പറയായിരുന്നു, ചേതനയ്ക്ക് ഇതിലൊരു കഴിവുണ്ട്, ഇവള് ആരാച്ചാരുടെ രക്തമാണെന്നൊക്കെ. കാരണം ഇവളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മയ്ക്ക് ഈ ഡെലിവറി പോസിബിൾ ആവാതെ സിസേറിയൻ ഒക്കെ ആയിരുന്നു. കാരണം പറയുന്നത് പൊക്കിൾ കൊടിയാൽ ചുറ്റപ്പെട്ട നിലയിലായിരുന്നു ചേതനയെ വയറ്റിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ അതിനെ അവളുടെ മുത്തശ്ശി വലിയ അഭിമാനത്തോട് കൂടി പറയാ, നീ വയറ്റിനകത്ത് കിടന്നിട്ടേ കയറിന് കുരുക്കിടുന്നത് പോലെ കുരുക്കിടാൻ പഠിച്ചവളാണ്, നിനക്ക് അതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഇതില് ഇവരുടെ ഹിസ്റ്ററീസ് ഒക്കെ ഇവളുടെ ഈ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടാണ് ഇവൾ അറിയുന്നത്. ധാരാളം ഒരു ഇന്ത്യയുടെ പഴയ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ എന്താ പറയാ, ഒരു സ്ത്രീനെ സംബന്ധിച്ച് അവൾ എത്രത്തോളം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും, അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവര് തന്നെ അവളെ എത്രത്തോളം എന്താ പറയാ, ഒരു ഡിപ്രഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്നതൊക്കെ ഈ ഒരു നോവലിലൂടെ വളരെയധികം കൃത്യമായി കാണിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു കുറേയൊക്കെ കാര്യങ്ങൾ. നമുക്ക് വളരെയധികം കണക്റ്റഡ് ആവുന്ന കുറെ അധികം ഇമോഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളുടേതായി തോന്നും. ഇത് വായിച്ചു കഴിഞ്ഞിട്ടും ഇതിന്റെ ഒരു ഹാങ് ഓവർ 2-3 ദിവസത്തേക്ക് നിന്നിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അത്രത്തോളം നമ്മളുടെ മനസ്സിന് പിടിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു നോവലാണിത്. പിന്നെ എന്താ പറയാ, ഇത്രയൊക്കെ തന്നെയാണ് ഇതില് പറയണമെന്നുണ്ടെങ്കിൽ കുറേ അധികം പറയാനുണ്ട്. നമ്മൾ ഒരാൾക്ക് അഡിക്റ്റഡ് ആവുന്നതും, ഇപ്പോ ചേതനയൊക്കെ ആദ്യം ആ മീഡിയ പേഴ്സൺ പ്രണയത്തിൽ അഡിക്റ്റഡ് ആയി പിന്നീട് അയാൾക്ക് വേണ്ടിയിട്ട് പല കാര്യത്തിലും അഡിക്റ്റഡ് ആയി പോകുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാഷ്ട്രീയപരമായി, സാമൂഹികപരമായി, സാമുദായികപരമായി ഒക്കെ എത്രത്തോളം ഇന്ത്യയുടെ അവസ്ഥകൾ തുറന്നു കാണിക്കുന്ന ഒരു നോവൽ കൂടിയാണിത്. പിന്നെന്താ പറയാ, മെയിൻ ആയിട്ട് ഒരു ഫെമിനിസം, ഒരു ഇക്വാലിറ്റി സ്ത്രീകൾക്കിടയിൽ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന ഒരു നോവലാണ്. ഇതിന് ധാരാളം അവാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്.
2013 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെ ഓടക്കുഴൽ അവാർഡ്, 2014 വയലാർ അവാർഡ്, 2015 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, 2018 മുട്ടത്ത് വർക്കി അവാർഡൊക്കെ ഈ ഒരു ബുക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു നോവലിന്. അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് ഇംഗ്ലീഷിലേക്ക് ഹാങ് വുമൺ എന്ന പേരില് ജെ ദേവിക എന്ന് പറയുന്ന ഒരു സ്ത്രീ പരിഭാഷപ്പെടുത്തി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വായിക്കാം. കാരണം ഒരു 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 സ്ത്രീയെ സൊസൈറ്റി ഏതൊക്കെ കണ്ണിലൂടെ നോക്കിക്കാണും, അവളെ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാണിക്കുന്ന ഒരു നല്ലൊരു നോവലാണ് ഈ ഒരു ആരാച്ചാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി പറയാണ്ടെങ്കിൽ കുറേ ഉണ്ട്. എന്താ പറയാ, അവസാനം ഇവളുടെ കാമുകനായി അഭിനയിച്ച, അല്ലെങ്കിൽ ഇവളോട് പ്രണയമുണ്ടെന്ന് അഭിനയിച്ച ആ മീഡിയ പേഴ്സണെ, സഞ്ജീവ് കുമാർ മിത്ര എന്ന് പറയുന്ന ഒരു പേഴ്സണെ ലാസ്റ്റ് കൊല്ലുന്നതായിട്ടാണ്. അതോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ അവസാനിക്കുന്നത്. അതായത് ഇവളുടെ ആ ആരാച്ചാർ എന്ന് പറയുന്ന ആ ഒരു രവീന്ദ്രനാഥ് ബാനർജി ഇവള് കൊന്നതിന് ശേഷം ഈ വ്യക്തി ഇവളെ മീഡിയയിലേക്ക് ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുകയും അതിന്റെ ഒരു ഡെമോ അവിടെ കാണിക്കാൻ പറയുകയും ചെയ്യുന്നു. അപ്പൊ അവൾ ആ ഡെമോ കാണിച്ചത് ഈ ഒരു വ്യക്തി ഇവളെ പ്രണയിച്ചിട്ട് കപട പ്രണയം നടിച്ച ഈ ഒരു വ്യക്തിയിലൂടെ ഡെമോ കാണിക്കുകയും, പക്ഷെ അതൊരു ശരിക്കും റിയൽ ആയിട്ട് അയാളെ ഈ ചേതന മല്ലിക് എന്ന് പറയുന്ന, ചേതന ഗന്ധ മല്ലിക് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ശരിക്കും കുരുക്കിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു നോവല് ഇതിന്റെ ഒരു കഥ അവസാനിപ്പിക്കുന്നത്. ഇതോട് കൂടിയിട്ട് ഇത് അവസാനിക്കാണ്. കുറെ പറയാനായിട്ട് അത്യാവശ്യം വലിയൊരു നോവലാണ്. ഒരു 550 സംതിങ് പേജ് ഉണ്ട്. കുറെ പറയാണ്ട്, ഒരു പാൻ ഇന്ത്യൻ നോവലായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഒരു കൊച്ചു സ്ഥലത്ത് നടന്ന ഒരു കഥകളോ അല്ല. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ നോവലാണ്. കാരണം ഇന്ത്യയിലെ ധാരാളം സ്ത്രീകൾ, എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു നോവലായിട്ട്, ഒരു കഥ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിലൂടെയാണ് കെ ആർ മീര കുറെ ആളുകൾക്ക് പരിചിതമായതെന്നും പറയാം. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്. നമ്മുടെ ഈ അടുത്ത് വയനാട് നടന്ന ഉരുൾപൊട്ടലില് ധാരാളം പേർക്ക് എന്താ പറയാ മരണപ്പെട്ടു. 300 സംതിങ്ങിലധികം ആളുകൾ മരണപ്പെട്ടു. അതോടൊപ്പം തന്നെ ധാരാളം പേര് ഇപ്പോഴും ഗുരുതരമായ പരിക്കും മറ്റൊക്കെ പരിക്കിലൊക്കെയാണ്. ചില കുടുംബങ്ങളിൽ നിന്ന് ചെറിയ കുട്ടികൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അവരിൽ ക്ഷമയുണ്ടാവട്ടെ. ആ കുടുംബം ഇനി എങ്ങനെയായിരിക്കും? ചിലരില് പലരും നഷ്ടപ്പെട്ടു. 2 ആളുകൾ മാത്രമാണ് ചില ഫാമിലിയിൽ ബാക്കിയായിട്ടുള്ളത്. ഈ കുട്ടികളൊക്കെ അവരുടെ ആ ഒരു ട്രോമ കുട്ടികളിൽ നിന്നൊക്കെ എങ്ങനെയായിരിക്കും മാറാ നമുക്ക് അറിഞ്ഞൂടാ. അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ കോളേജിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എന്താ പറയാ, എല്ലാവരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പ്രിൻസിപ്പാളിന്റെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനും കൂടി ഒരു നേതൃത്വം പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ മിസ് കഴിഞ്ഞിട്ടോ? ഓക്കെ, താങ്ക് യു സുമയ്യ. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ സുമയ്യ പറഞ്ഞു. ഇനി ഫീഡ്ബാക്കിനായിട്ട് ഞാൻ സുനീറയെ വെൽക്കം ചെയ്യുന്നു. സുനീറ. ഷഹനാസ്. ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. സുമയ്യ എന്ന ആരാച്ചർ എന്ന പുസ്തകത്തെ കെ ആർ മീരയുടെ ആരാച്ചർ എന്ന നോവലിനെ കുറിച്ചാണ് നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. ചേതന എന്ന പെൺകുട്ടിയുടെയും ആ പെൺകുട്ടിയുടെ ജീവിത സാഹചര്യത്തെ കുറിച്ചുമാണ് നമുക്ക് ഈ കെ ആർ മീരയുടെ ബുക്കിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതിൽ വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യമുണ്ട്, അതുപോലെ സാമ്പത്തികമായിട്ടും ആ വീടിന് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക്
സുമയ്യ വ്യക്തമാക്കി തന്നെ. പിന്നെ അതുപോലെ തന്നെ അവിടെ അന്നത്തെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സുമയ്യ നമുക്ക് കുറച്ചു നേരം കൊണ്ട് പറഞ്ഞു തന്നു. ആ ബുക്ക് ഒരു വായിച്ച പ്രതീതിയാണ് സുമയ്യ ശരിക്കും നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടും ഇക്വാലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് എവിടെയോ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് തുറന്നു കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത്. എല്ലാത്തിനും ഡിസ്ക്രിമിനേഷൻ ഇല്ല, ഇക്വാലിറ്റി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് അതിനെ കുറിച്ചാണ് പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കുറച്ച് നേരം ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഇനിയും ആ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ആ ബുക്ക് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് സുമയ്യ തന്നത്. താങ്ക് യു. താങ്ക് യു ഷാനസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഹലോ സുമയ്യ, എൻ്റെ സന. നന്നായി ചെയ്തു കേട്ടോ. ഞാൻ ഇത് കുറച്ച് മുന്നേ, അതായത് സ്കൂളിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, വായിച്ച ഒരു ബുക്കാണ്. അപ്പൊ എനിക്കിപ്പോ റിവ്യൂ കേട്ടപ്പോ ഒരു റീകളക്ഷൻ പോലെ ആയി. ബുക്കിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റി. വളരെ ബ്രീഫ് ആയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസന്റ് ചെയ്തു. മാത്രമല്ല ഇപ്പത്തെ ഒരു റെലവൻസിയും കൂടി പറഞ്ഞിട്ടാണ് ചെയ്തത്. നന്നായി തോന്നി. താങ്ക് യു. താങ്ക് യു സന. ഓക്കെ, താങ്ക് യു സന. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ ഫീഡ്ബാക്ക്? ഹായ്, ഞാൻ രചന. ഓണാക്കിയിട്ട് ഞാനിപ്പോ ഇവര് പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഇയാൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഇയാളുടെ ലവ് ഫോർ ബുക്ക് അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബുക്ക് വാസ് റിയലി എവിഡന്റ്. അപ്പൊ അത് നമുക്ക് ആ ഒരാളൊരു പാഷനേറ്റ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ നമുക്കത് കേട്ടിരിക്കുന്നവർക്ക് ഇൻട്രസ്റ്റ് കൂടും, ഒരു രസം തോന്നും, അതിൽ കൗതുകം തോന്നും. അപ്പൊ അതാ നിന്റെ പ്രസന്റേഷന് നന്നായിട്ടുണ്ടായിരുന്നു. നിനക്ക് എത്രത്തോളം ബുക്ക് ഇഷ്ടമാണ് എന്നുള്ളത് നിന്റെ വാക്കുകളിലാണെങ്കിലും എക്സ്പ്രഷനിലാണെങ്കിലും ഇവൻ ചില സമയങ്ങളിൽ വാക്ക് കിട്ടാതിരിക്കുന്നതിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മനസ്സിലായി. സോ താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ. ഇറ്റ് വാസ് വെരി ലവ്ലി. ഓക്കെ, താങ്ക് യു റെജീന. ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് പറയാൻ? ഞാൻ പറയാം. ഓക്കെ. സുമയ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടില്ലാത്തൊരു ബുക്കായിരുന്നു, പക്ഷെ എനിക്കിത് വായിച്ച ഫീലാണ് കിട്ടിയത്. ഇതിലിപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഒരു വുമൻ ഒരു സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും. എനിക്കിത് കേട്ടപ്പോൾ തോന്നിയ ഒരു ഫെമിനിസ്റ്റ് ടൈപ്പ് ഓഫ് ബുക്കാണ്. പക്ഷെ എന്ന് വെച്ചാലും അതിൽ ഒരുപാട് ഒരു സ്ത്രീയുടെ വീക്ക്നെസ് എന്താണ്, ഒരു സ്ട്രോങ്ങസ്റ്റ് പാർട്ട് എന്താണെന്നൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അവളൊരു ലവ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് വരുമ്പോൾ അവൾ വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു വുമൺ. അത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എത്രത്തോളം സ്ട്രോങ് ആവണമെന്നും പ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വളരെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അതിൽ ഈ ഒരു പുസ്തകത്തിൽ. അത് സുമയ്യ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാത്തൊരു ബുക്കാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ഫസ്റ്റ് ടു എൻഡ് വരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത്രയൊക്കെ തന്നെയാണ്. വളരെ നല്ല ബുക്കാണ്, എല്ലാവരും മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു ബുക്കാണ്. ഹലോ, സുമയ്യ വളരെ നല്ല രീതിയിൽ അത് പറഞ്ഞു. ഇന്നത്തെ ഒരു കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ സുമയ്യ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സുമയ്യക്ക് അഭിനന്ദനങ്ങൾ. സുമയ്യ വളരെ റജീന പറഞ്ഞ പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട് വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. അത്രയും ഡീപ്പായിട്ട് സുമയ്യക്ക് അതിൽ ഓരോ കാര്യങ്ങളും അറിയാം. അത് എന്തായാലും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സുമയ്യ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഇവിടെ, വയനാട് അല്ലേ? അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമുക്ക് കോളേജ് റീഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അലുമിനിയുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും ഈ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പറ്റാവുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുമയ്യ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഇത് കുറച്ചു കാലം മുന്നേ. ഹലോ, കേൾക്കാനില്ലേ? ഹലോ, ഇത് കേൾക്കാണ്ട്. കുറച്ചു കാലം മുന്നേ നമ്മളെ PSC പരീക്ഷകളിലെ സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു KR മീരയും ആരാച്ചാരും. അപ്പൊ ആ സമയത്താണ് ഈ ആരാച്ചാർ എന്ന പേര് ഇങ്ങനെ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെ റിലവൻസ്, പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു.
പിന്നെ സമകാലിക പ്രശ്നങ്ങളുമായിട്ട് നീ വിവരിച്ചപ്പോൾ തന്നെ അതിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, എല്ലാവരും ആരാച്ചാർ എന്ന ബുക്ക് വായിക്കുക. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്.